നമസ്കാരം. നമ്മുടെ ഇവിടെ ഇന്ന് ഈ ഷോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് നടന്മാരാണുള്ളത്. ഒന്ന് സിജോയ്, ഒന്ന് നെൽസൺ. ഇവർ രണ്ടുപേരും കൂടെ അടുത്ത കാലത്ത് അഭിനയിച്ചൊരു സിനിമയാണ് രാജാതിരാജ. ഇവരുടെ ഈ സിനിമയിലെ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പങ്കിടാൻ വേണ്ടിയാണ് ഇന്നിവിടെ ഇവർ കൂടിയിരിക്കുന്നത്. പക്ഷേ വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പരസ്പരം കണ്ടിട്ടില്ല. പരസ്പരം ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. നെൽസൺ, നിങ്ങൾ പരസ്പരം പരിചയപ്പെടുത്തിക്കോളൂ. ഇത് സിജോയ്, ഇത് നെൽസൺ. മനസ്സിലായില്ലേ? സിജോയ്ക്ക് എന്താ പണി? ഈ രാജാതിരാജയിൽ മമ്മൂക്കയുടെ അളിയനാണ്. മനസ്സിലായില്ലേ? മറ്റത് കള്ളളിയനാണ്, സ്വന്തം അളിയൻ. ഡോണളിയന്റെ ഒറിജിനൽ. ഇദ്ദേഹത്തിന് കൊന്നതിന് ശേഷമാണ് കഥ പറയുന്നത്. സോറി. അതായത് ഈ തമാശ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഈ രണ്ടുപേരും സിനിമയിലുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരു സീനിൽ വരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും സിനിമയിൽ അഭിനയിച്ചാലും പരസ്പരം അറിയത്തില്ല. പേരെന്താ? നെൽസൺ. സിജോയ് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടെ അഭിനയിച്ചാൽ ആളെന്നുള്ള ഒരു വലിയ സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. മഹാഭാഗ്യം ഞങ്ങൾക്കല്ലേ കിട്ടി. ആണോ? പിന്നെ ലോട്ടറി അടിച്ചോ? ലോട്ടറി അല്ല, ഇത് കൂടി ലോട്ടറി അടിക്കാൻ എന്താണ്. എന്നിട്ട് നെൽസൺ മിമിക്രി രംഗത്തുനിന്ന് സിനിമയിൽ വന്ന ആളാണ്. നെൽസന് പ്രധാനപ്പെട്ട നെൽസന്റെ നമ്പറും മറ്റേ മദ്യപാനിയാണോ? ആണല്ലേ? ഇപ്പോൾ അടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ, അടിക്കുന്നു. 30 വരെ ഉള്ളൂ. 30 വരെ അല്ല, 30 വരെ ഉള്ളൂ. അതേ, ബാറെല്ലാം ക്ലോസ്ഡാ. എന്തോ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ കംപ്ലീറ്റ് മദ്യപാന്മാർ ഇത് കണ്ട് സമാധാനപ്പെടുത്തി വരുമോ? കൂടുതൽ വർക്ക് വരുമോ? കൂടുതൽ സ്റ്റേജ് ഷോ കിട്ടുമോ? കിട്ടും. നമുക്ക് കഴിക്കണമെന്നില്ല അഭിനയിക്കുന്നതിന്. അതാ ഞാൻ ചോദിച്ചു. കൂടുതൽ സ്റ്റേജ് ആൾക്കാർക്ക് ഒരു എഫക്റ്റിന് വേണ്ടി. ഇനിയിപ്പോൾ അത് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ മദ്യവർദ്ധനമല്ലേ, മദ്യനിരോധനം കൊണ്ട് മറ്റേ ബാറുകളൊക്കെ പൂട്ടുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടാൻ പോകുന്ന നെൽസനാണ്. നെൽസൺ ഇപ്പോൾ മമ്മൂക്കനെ ഫോളോ ചെയ്ത് മൈ വാറ്റ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞു വരുമോ? അങ്ങനെ ആലോചിക്കാവുന്നതാണ്. നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ ധൈര്യമായിട്ട് വാറ്റി മത്സരിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിറങ്ങുമോ? പിന്നെ നമുക്ക് അല്ല, ഇപ്പം ഇനിയിപ്പോൾ ഇനി വേറൊരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ ഷോയിൽ വെള്ളം ഒടിച്ച സീൻ അഭിനയിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇനിയിപ്പോൾ വാറ്റടിച്ച എഫക്റ്റ് ഉണ്ടാവുമോ? വാറ്റ് വേണ്ട, നമുക്ക് വാറ്റ് വേണ്ട. ഞാൻ ഈ കോളേജിലൊക്കെ പരിപാടി ചെയ്യുമ്പം ഞാൻ പറയാം, അല്ല കോളേജിലൊക്കെ പ്രോഗ്രാം ചെല്ലുമ്പോൾ പറയും, ഞാൻ എന്നെ സാധാരണ ഈ വേഷത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ഒരു ചെറിയൊരു കള്ളുകൂടിനായിട്ടാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. ഞാൻ ആ ഒരു സെക്കൻഡ് മതി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ പയ്യന്മാരുണ്ടല്ലോ, കോളേജിലെ സ്റ്റുഡൻസ് അല്ലേ, അവർ പറയും 90 വേണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, എനിക്ക് 90 വേണ്ട, 90 അടിച്ചെങ്കിലേ നീ ഫിറ്റ് ആകത്തുള്ളൂ. 90 അടിക്കാതെ ഞാൻ ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു, നീ അവിടെ നിൽക്കുന്നു എന്ന് ഞാൻ പറയും. പ്രത്യേകിച്ച് ഞാൻ പറയും. എന്നിട്ട് അവിടെ ഏതായാലും നമ്മുടെ പടത്തിലും വെള്ളമടി സീൻ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ പടത്തിലെ വെള്ളമടി സീനുകൾ പ്രൊമോട്ട് ചെയ്യേണ്ട. മദ്യപാനം അത്ര നല്ല കാര്യമായിട്ട് ഒരിക്കലും മദ്യപിക്കാൻ ചിലർക്ക് പറ്റില്ല. നമ്മുടെ മദ്യപിക്കരുതെന്ന് ആരോടും പറയാൻ നോക്കില്ല. മദ്യപാനം ദോഷമാണെന്ന് പറയാം. എനിക്ക് മദ്യപിക്കാതിരിക്കുന്ന അവരെ ഇഷ്ടം. അത് വിടും. പടത്തിന്റെ കാര്യം. അപ്പൊ പടത്തിൽ എന്താ റോള് എന്തായിരുന്നു? എനിക്ക് വേണ്ടിയല്ല കേട്ടോ, സുജോയ്ക്ക് അറിയാം. കുട്ടപ്പൻ എന്ന് പറഞ്ഞൊരു വേഷമാണ്. കുട്ടപ്പൻ, എൻ്റെ പേര് കുട്ടപ്പൻ. കുട്ടപ്പൻ കേട്ടിട്ടുണ്ടോ? മമ്മൂക്ക എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടല്ലോ, മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ. അദ്ദേഹം ഇത് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തോട് ബന്ധമില്ല. മമ്മൂട്ടി കേട്ട് നിങ്ങൾ ആരായിട്ടായിരുന്നു? അദ്ദേഹത്തിന്റെ കൂടെ ഒരു സഹായിയായിട്ട് നിൽക്കുന്ന ഒരു വേഷമാണ്. സെക്കൻഡ് സഹായിയായിട്ട്, വേലക്കാരനായിട്ട് നിൽക്കുന്ന ഒരു വേഷമാണ്. എന്ത് വേലയായിരുന്നു? വീട്ടിലെ കുക്കിംഗ് ഉണ്ട്, പെട്രോൾ പമ്പിലെ കാര്യങ്ങളുണ്ട്, ചേച്ചിയെ സഹായിക്കുന്ന എല്ലാ ഓളിനാളായിട്ട് നിൽക്കുന്ന ഒരു വേഷമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളുടെ ഈ മദ്യപാനം പരിപാടികൾ? അതിനിടയ്ക്ക് മദ്യപാനം എൻ്റെ ഒരു അളിയൻ വരും, ജോജോ, മറ്റൊരു നമ്മുടെ ജോജോ. അത് കള്ളളിയൻ. ഈ കള്ളളിയൻ ആ അളിയൻ ഞാൻ വിളിച്ചു വരുന്നതാണ് എനിക്കായിട്ട്. കഥ പറയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കായിട്ട് വിളിച്ചു വരുന്നതാണ്. ഇതൊക്കെ പറയാം, മുഴുവൻ പറയേണ്ടതാണ്. മമ്മൂക്കയുണ്ടല്ലോ, ഇപ്പൊ കണ്ടവർ ഒരുപാട് പേരിപ്പുണ്ട്. അതെ, മമ്മൂക്കയുടെ സഹായത്തിനാണെന്ന് കരുതി, ശേഖരൻകുട്ടിയുടെ സഹായത്തിന് വേണ്ടി ഞാൻ വിളിച്ചു വരുന്നത്. അതെ, അതിന് ചെലവും ചെയ്തില്ല. ചെലവിന് ഇപ്പം ഇന്ന് സമയമുണ്ടോ? ഉണ്ടോ? കഴിയട്ടെ. ഇല്ല, ഞാൻ തമ്പുരാൻ ആദ്യം, അത് കഴിഞ്ഞിട്ട് മതി. അപ്പൊ അങ്ങോട്ട് ചെയ്യും. നിങ്ങൾ തമ്മിൽ ആദ്യമാണോ? നിങ്ങൾ തമ്മിൽ ആദ്യം നടക്കട്ടെ. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചതിനെ പറ്റി എന്താ നെൽസന്റെ പേഴ്സണൽ കമന്റ്സ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അത് അല്ലല്ല പിന്നെ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് അത് ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതൊരു ഭാഗ്യമായിട്ടാണ് കരുതട്ടെ. പേടി വരരുത്. ഒരാൾ ഒരു നടൻ എന്നുള്ളൊരു നമ്മൾ അഭിനയിക്കുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടി വരരുത്. ആരുടെ മുന്നിൽ പേടി വരരുത്. നമ്മളിത് ഇദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നത് നമുക്ക് ഭാഗ്യം, നമുക്ക് അവസരം, നമ്മുടെ ഏറ്റവും വലിയ എന്നാൽ ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷേ മുന്നിൽ വന്നിപ്പോ പേടിച്ച് ഞാൻ നിറക്കൂട്ട്, പിന്നെ അങ്ങനെയുള്ള നമ്മുടെ പഴയ പടങ്ങൾ, ഇത് പിന്നെ വടക്കം വീരഗാഥ, അങ്ങനെയൊക്കെ പടങ്ങളുണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല അദ്ദേഹമായിട്ട് അടുത്ത് നിൽക്കാൻ പറ്റുമെന്നോ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട കാര്യമല്ല. അപ്പോൾ പെട്ടെന്നൊരു അവസരം കിട്ടി ഇങ്ങനെ ഇത് കാണുമ്പോഴേ നമ്മൾ നമുക്ക് പറയാൻ സമയത്ത് ഭയങ്കര ഗൗരവമാണ് മമ്മൂട്ടി. അദ്ദേഹം അത്ര ഗൗരവമൊന്നുമില്ല. ലോക്കിയുമായിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഡാ കോമഡിക്കാരാ ഇങ്ങോടാ തമാശക്ക് നീ അവരോടാ പറയുന്നത്, എന്നോട് പറഞ്ഞില്ലടാ ഇവിടെ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. പക്ഷെ പറയാണ്ടിപ്പോൾ അതിന് ഷോർട്ടായി. അദ്ദേഹം പറഞ്ഞു, ആ സോറിടാ ഞാൻ ഷോർട്ടാണ് നിങ്ങളെ പോട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് അങ്ങ് പോയി.